വർക്ക് പെർമിറ്റ്, തൊഴിൽ റിക്രൂട്ട്മെന്റ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരക്കുകൾ പരിഷ്കരിച്ച ഖത്തർ തൊഴിൽ മന്ത്രാലയം തീരുമാനം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദേശത്തുനിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള നിരക്കിലും മാറ്റമുണ്ട്. സ്പോൺസർഷിപ്പ് മാറ്റാതെ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ അധികൃതർ നൽകുന്ന അനുമതിയാണ് വർക്ക് പെർമിറ്റ്. ഇതുമായി ബന്ധപ്പെട്ട നിരക്കുകളാണ് തൊഴിൽ മന്ത്രാലയം പരിഷ്കരിച്ചത്. ഇതുപ്രകാരം സ്പോൺസറെ മാറ്റാതെ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് മാറാനുള്ള തൊഴിലാളികളുടെ വാർഷിക വർക്ക് പെർമിറ്റ് അഥവാ സെക്കൻഡ്മെന്റ് ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിരക്ക് 100 റിയാലാക്കി. നേരത്തെ ഇത് 60 റിയാലായിരുന്നു. അതേസമയം വർക്ക് പെർമിറ്റ് നഷ്ടപ്പെട്ട ശേഷമോ കേടായ ശേഷമോ പുതുക്കുന്നതിനുള്ള ഫീ 100 റിയാലാക്കി വർദ്ധിപ്പിച്ചു. നേരത്തെ 50 റിയാലാണ് ഈടാക്കിയിരുന്നത്. ഫാമിലി സ്പോൺസർഷിപ്പ് വഴി രാജ്യത്തെത്തിയ തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിരക്കുകൾ ഗണ്യമായി കുറച്ചു. 100 റിയാലാണ് പുതിയ ഫീ. നേരത്തെ ഇത് 500 റിയാലായിരുന്നു. ഇവരുടെ വർക്ക് പെർമിറ്റ് പുനഃസ്ഥാപിച്ചു നൽകുന്നതിനുള്ള നിരക്കിൽ മാറ്റമില്ല. ഇത് 100 റിയാലായി തുടരും. വിദേശത്ത് നിന്ന് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാനുള്ള ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഫീസിൽ വലിയ കുറവുണ്ട്. പുതിയ നിയമപ്രകാരം ഇത് 2000 റിയാലാണ്. നേരത്തെ ഇത് 10,000 റിയാലായിരുന്നു. ഈ ലൈസൻസ് പുതുക്കാനുള്ള നിരക്കിൽ മാറ്റമില്ല. ഇത് 2000 തുടരും. കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും സീലുകൾ, തൊഴിൽ കരാറുകൾ, സർട്ടിഫിക്കറ്റുകൾ, മറ്റു രേഖകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തൊഴിൽ മന്ത്രാലയം നടത്തുന്ന അറ്റസ്റ്റേഷനുള്ള നിരക്കിൽ വർധനയില്ല. ഇത് 20 റിയാലായി തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറികൾ, ഖത്തറി വനിതകളുടെ മക്കൾ, GCC രാഷ്ട്രങ്ങളിലെ പൗരന്മാർ എന്നിവർക്ക് അറ്റസ്റ്റേഷൻ സൗജന്യമാണ്. മീഡിയ 1, ദോഹ.